നമസ്കാരം. ഞാൻ മൗലാന കവരത്തി, തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഫൗണ്ടറും ചെയർമാനുമാണ്. ഞങ്ങൾ ഈ തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏകദേശം 2009-ലാണ്. ഞങ്ങൾ സൊസൈറ്റി ആക്ടിൽ ലക്ഷദ്വീപിൽ ഈ ഒരു കൂട്ടായ്മ രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഞങ്ങളുടെ ഉദ്ദേശം വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലുള്ള കൂട്ടായ്മകൾ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതായിരുന്നു. ദ്വീപിൽ ഈ ജനവാസമുള്ള 10 ദ്വീപിലും തണലിനെ അറിയാം. തണലിനെ എങ്ങനെ അറിയാമെന്നുള്ളതാണ്. തണൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് തണൽ ജനങ്ങൾ മുമ്പിലേക്ക് പോയത്. കാരണം അവശന്മാരായ ആൾക്കാർ, വേദന അനുഭവിക്കുന്നവർ, പിന്നെ ദുഃഖങ്ങൾ, പിന്നെ വൈദ്യസഹായത്തിനപ്പുറം നിയമസഹായം, ഇത്തരം സഹായങ്ങളായിരുന്നു ഞങ്ങളുടെ പെട്ടിക്കകത്ത് ഈ തണലിൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ആ സന്തോഷമുണ്ട് ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാനും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ഇൻഡിവിജ്വൽ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്, പിന്നെ കൂട്ടമായി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ തണൽ അധികവും ഇൻഡിവിജ്വൽ കൂടുതൽ ചെയ്യുന്ന കാര്യത്തിനല്ല കൂടുതൽ ശ്രദ്ധ, കൂട്ടമായി നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിലേക്ക്. അതിന് ഒന്നുകൂടി വാല്യൂ ഉണ്ട്. ജനങ്ങളുമായിട്ട് ഇടപെടുമ്പോൾ കൂട്ടമായ ഇടപെടലുകളും അത് ഭയങ്കരമായ ഒരു എനർജിയാണ്. ഒരു ഓർഗനൈസേഷൻ നമ്മൾ ലക്ഷദ്വീപിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആദ്യം ലക്ഷദ്വീപ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ സ്ഥാപിച്ചു. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ചുമായിട്ട് ഹോം കെയർ സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കിടപ്പിലായ രോഗികളെ വീട്ടിൽ പോയി ചികിത്സിക്കുക, അവർക്ക് വൈദ്യസഹായം എത്തിക്കുക, അവർക്ക് ഡോക്ടേഴ്സിൻ്റെ മറ്റു ഉപദേശങ്ങൾ എത്തിക്കുക. അങ്ങനെ നല്ല വിഷയങ്ങളിൽ അവർക്ക് സന്തോഷമാണ്. അവർക്ക് ആവശ്യമായ ബെഡ്, എയർ ബെഡ്, വീൽ ചെയർ, കമൗണ്ട്, ബാക്ക് ടെസ്റ്റ്, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങളുണ്ട്. സ്ട്രോക്കായവർക്കും പിന്നെ അതുപോലെ കിഡ്നി പേഷ്യൻ്റ്, ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. അവർക്ക് നമ്മൾ അതിൻ്റെ സഹായങ്ങൾ എത്തിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ നമ്മൾ ആസൂത്രണം ചെയ്ത് വളരെ നിലനിൽക്കുള്ള സഹായം എത്തിക്കുന്നത് ഇപ്പോൾ ഡയാലിസിസ് സെൻ്ററിൽ സാധാരണ ഈ വൻകരയിൽ പോയി 5-6 വർഷം നിന്ന് കഷ്ടപ്പെട്ട് അവരെ സാമ്പത്തികമായ തകർച്ച, അതില്ലാതെ അവരുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് നഷ്ടങ്ങളുടെ കഥയാണ് അവർക്ക് പറയാനുള്ളത്. ഇപ്പോൾ അവരുടെ നാട്ടിൽ തന്നെ അവരുടെ ബന്ധുക്കളോട് ഒരുമിച്ച് ഉറങ്ങുകയും അവരുടെ ബന്ധുക്കളോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും അവരുടെ നാട്ടിൽ നടക്കുന്ന ഉത്സവങ്ങളിലെല്ലാം പങ്കെടുക്കുകയും അവർ നാട്ടുകാരായി മാറുകയും തങ്ങളുടെ രോഗത്തിൻ്റെ പകുതി ഭാഗം അവർ മറന്നു പോകുന്ന പല രോഗികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് രോഗിയാണെന്നോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളവരാണെന്നോ പോലും ഞങ്ങൾ അറിയുന്നില്ല എന്ന്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവർ ജീവിക്കുന്ന അവരുടെ ദ്വീപിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തു, ചില ആൾക്കാരുടെ സഹായത്തോടു കൂടി, ആ പ്രദേശത്തിലെ വാസികളുടെ സഹായത്തോടു കൂടി നമ്മൾ ഡയാലിസിസ് സെൻ്റർ അവരുടെ നാട്ടിൽ തന്നെ നമ്മൾ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അമ്മേനിയിൽ അവിടെ ജനവാസം കൂടുതലാണ്, രോഗികളുടെ എണ്ണവും കൂടുതലാണ്. അത് മാനിച്ചുകൊണ്ട് നമ്മൾ അമ്മേനി ദ്വീപിൽ സ്ഥാപിച്ചു. പിന്നെ അടുത്ത് നമ്മൾ തൊട്ടടുത്ത ദ്വീപാണ്. അതും ഇതുപോലെ തന്നെയാണ്, ജനവാസം കൂടുതലാണ്, അവിടെ ഈ രോഗികളുടെ എണ്ണവും കൂടുതലാണ്. അപ്പോൾ അവിടെയും നമ്മൾ ഒരെണ്ണം സ്ഥാപിച്ചു. പിന്നെ ഇപ്പോൾ എല്ലാം കൂടി നമ്മൾ 16 പേര് നമ്മുടെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. ഇപ്പോൾ തൊട്ടടുത്ത വേറൊരു ഐലൻഡാണ് കിൽത്താൻ ദ്വീപ്. അവിടെ ജനവാസം ചുരുക്കമാണെങ്കിലും അവിടെ ഈ രോഗികളുടെ എണ്ണം കൂടുതലാണ്. അപ്പം അവർക്കും ഇങ്ങനെ 5-6 വർഷം കരയിലാണ്, സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നത് മനസ്സിലാക്കിയിട്ട് വീണ്ടും മൂന്നാമതായി നമ്മൾ കിൽത്താൻ ദ്വീപിലൊരെണ്ണം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആ ഭാഗം വളരെ മെച്ചപ്പെട്ടുകൊണ്ട് ഇപ്പോൾ 2-3 വർഷത്തോളമായി നമ്മൾ ചെയ്യാൻ തുടങ്ങി. ഇത് ഒരു കംപ്ലൈൻ്റ് ഇല്ല, ഒരു പ്രശ്നമില്ല. അവർക്ക് സന്തോഷമാണ്, നമ്മൾക്കും അവരെ കാണുമ്പോൾ സന്തോഷമാണ്, അത് അവരുടെ കുടുംബക്കാർക്ക് സന്തോഷമാണ്. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ പോകുന്നുണ്ട്.